റുവൈസിൽ നിന്നും അബുദാബിയിലേക്ക് ഈദിൻ്റെ ഹോളിഡേയ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബെഞ്ചമിൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടതാണ് ബെഞ്ചമിൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ വീട് അബുദാബിയിലാണ്. അബുദാബിയിൽ നിന്ന് ഷാർജയിലേക്ക് ഞങ്ങളൊരു യാത്ര പോവുകയാണ്. ഇത് ജസ്റ്റ് ഇത് എബിൻ, ഇതാണ് സുന്ദരനായ ഞാൻ. ഇത് ആൽഫിൻ, ഇത് ബെഞ്ചമിൻ ചേട്ടൻ്റെ മകൻ മാത്യു. മാത്യു വളരെ ഹാപ്പിയിലാണ്. ഇതാണ് ബെഞ്ചമിൻ ചേട്ടൻ്റെ വൈഫ് ക്രിസ്റ്റി ചേച്ചി. ചേട്ടൻ ഇവിടെ ചിപ്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ് അദ്ദേഹത്തെ കാണുമ്പോൾ. ഞങ്ങളങ്ങനെ വാഹനം ഷാർജയിൽ നിർത്തി കുറച്ചുകൂടി സ്നാക്സ് മേടിക്കാമെന്ന് കരുതി കടയിൽ കയറി സാധനങ്ങളൊക്കെ മേടിച്ച് വീണ്ടും വാഹനത്തിലേക്ക് കയറുകയാണ്. ഞാൻ ഷാർജയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാനും വാഹനത്തിലേക്ക് കയറുകയാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഷാർജയിൽ എത്തിയിരിക്കുകയാണ്. ഷാർജയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. എത്ര ഭംഗിയാണ് ഷാർജയിലെ കാഴ്ചകൾ! ഇവിടെയുള്ള കെട്ടിടങ്ങളാണ് ഈ കാണുന്നത്. ദുബായിയുടെ അത്രയും വലിയ വലിയ അമ്പരച്ചുംബികളൊന്നും ഇവിടെ ഇല്ലെങ്കിലും ഇവിടുത്തെ കെട്ടിടത്തിനൊക്കെ അതിൻ്റേതായ ശൈലിയുണ്ട്, അതിൻ്റേതായ ഭംഗിയുണ്ട്. ഇവിടുത്തെ പരിസര പ്രദേശങ്ങളൊക്കെ എത്രയോ വൃത്തിയോട് കൂടിയാണ് ഇവർ സൂക്ഷിക്കുന്നത് എന്ന് നോക്കൂ. നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോൾ എത്രയോ നീറ്റ് ആൻഡ് ക്ലീനാണ് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും, എത്രയോ ഭംഗിയുള്ളതാണ്. ഞങ്ങൾ ഷാർജയിൽ നിന്ന് പോകുന്നത് കൊർഫക്കാൻ എന്ന് പറയുന്ന ഒരു മലനിരകളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ധാരാളം മലകളുണ്ട്. ആ മലകളൊക്കെ കാണുവാനായിട്ടാണ് പോകുന്നത്. എത്രയോ മനോഹരമായിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ പുറത്ത് കാണുന്നത്. ഇരുവശങ്ങളിലും ധാരാളം കെട്ടിടങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്തതായിട്ടുള്ള വാഹനങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഷാർജയിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മരുഭൂമിയാണ് ഇത്ര പച്ചപ്പ് നിറഞ്ഞതാക്കി ഇവർ മാറ്റിയിരിക്കുന്നത്. എത്രയോ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഇവരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പാലങ്ങൾ, റോഡുകൾ, എത്രയോ അടിസ്ഥാന സൗകര്യങ്ങൾ നിറഞ്ഞതാണ്. അങ്ങ് അകലെ കാണുന്നതാണ് യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു പമ്പ് സ്റ്റേഷനിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ പെട്രോളൊക്കെ അടിച്ചു. ഞാൻ വാഷ്റൂമിലൊക്കെ പോയി അതിനുശേഷം വീണ്ടും വാഹനത്തിലേക്ക് കയറുകയാണ്. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അങ്ങനെ കോർഫക്കാനിലേക്കുള്ള യാത്ര ഞങ്ങൾ തുടരുകയാണ്.